ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലഞ്ച് ബോക്സിന് കൊടുത്തുവിട്ട മഷ്റൂം മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ. ചീനച്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള അരിഞ്ഞതും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളി അരിഞ്ഞതും മിൻറ്റ് ലീവ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. തക്കാളിയൊക്കെ വാടി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൂട്ടിയിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങി വരും. ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ മഷ്റൂമിൻ്റെ അകത്ത് നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൂട്ടിയിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൂടിയിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യാൻ കേട്ടോ. അവർക്ക് ഇഷ്ടമല്ല കേട്ടോ അതൊന്നും. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ മുളക് പൊടിയും അതുപോലെ കുറച്ചേ ഞാൻ ആഡ് ചെയ്തുള്ളൂ കേട്ടോ. സ്പൈസി ആവശ്യമുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ തുറക്കാൻ ഇച്ചിരി താമസിച്ചപ്പോൾ കുറച്ച് വെള്ളം പറ്റിപ്പോയതുകൊണ്ട് ഞാൻ 1-2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൂട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ചപ്പാത്തിക്കും ചോറിൻ്റെയൊക്കെ ഒപ്പം കൊടുക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. ബിരിയാണിക്ക് ഞാൻ വേറൊരു റെസിപ്പിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.